ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ഈ BV3D കോഴിയുണ്ടല്ലോ, നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വർഷത്തിൽ ഒരു 300 to 320 മുട്ട വരെ കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? പല ആൾക്കാരും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടമാണ്, കോഴി വളർത്തൽ നഷ്ടമാണ്, ഈ പറഞ്ഞ മുട്ട ഉൽപ്പാദനമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയണ്ടേ, അങ്ങനെ പറഞ്ഞിട്ട് പോകും. ചില ആൾക്കാർ പറയും മുട്ടയൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ ഇത് നഷ്ടമാണ്, നമുക്ക് തീറ്റ ചിലവ് മുതലാകുന്നില്ല. ഇങ്ങനത്തെ അനുഭവമൊക്കെ നിങ്ങൾക്ക് വരാറുണ്ടോ? നമ്മളൊരു കോഴീനെ സെലക്ട് ചെയ്യുമ്പം അത് നല്ല രീതിയിൽ നോക്കി സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അത് ഞാൻ ഉദ്ദേശിച്ച ബ്രീഡാണ് കേട്ടോ, നല്ല ബ്രീഡിനെ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ കോഴി വളർത്തൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ നഷ്ടത്തിലേക്ക് പോകും. നമ്മൾ ഒരു കോഴീനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് നമുക്ക് വളർത്താൻ അതിന് പറ്റുമോ, അതായത് എങ്ങനെ തീറ്റ കൊടുക്കണം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ BV380 പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് BV380 പറ്റി വല്ല ഡൗട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഫുള്ള് ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്തിട്ട് പോകും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ BV380 എന്ന് പറഞ്ഞ ബ്രീഡ് നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനമുണ്ട്. നല്ല തീറ്റക്രമം കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഒരു വർഷത്തിൽ 300 to 320 മുട്ട വരെ കിട്ടും. പക്ഷേ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ചില ആൾക്കാർ അംഗീകരിക്കില്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മുട്ട ഉൽപ്പാദനമൊന്നും ഉണ്ടാവില്ല. പിന്നെ രണ്ടാമതൊരു കൂട്ടർ പറയുന്നത് മുട്ടയൊക്കെ കിട്ടും, പക്ഷേ തീറ്റ ചിലവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. അങ്ങനെ മെയിൻ പ്രശ്നം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ അതിനു മുമ്പ് BV380 ബ്രീഡ് ഞാൻ പറഞ്ഞല്ലോ വർഷത്തിലൊരു 300-320 മുട്ടയിടും. നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനം കിട്ടണമെങ്കിൽ നമ്മൾ അതിന് കണക്കായിട്ടുള്ള തീറ്റക്രമം കൂടി നോക്കണം. എന്നാലും മാത്രമേ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള മുട്ട ഉൽപ്പാദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ BV380 കോഴി ആർക്കൊക്കെ വളർത്താം, ഫസ്റ്റ് നമ്മൾ അതാണ് നോക്കുന്നത്. ഒരു ബ്രീഡിനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ കോഴി നമ്മളെ വീട്ടിൽ നമുക്ക് വളർത്താൻ പറ്റുമോ, നമ്മളെ സിറ്റുവേഷൻ ഓക്കെ ആണോ, അതാദ്യം നമ്മൾ നോക്കണം. നമ്മളിപ്പം വീട്ടിൽ നിന്ന് കിട്ടുന്ന അരി, ഫുഡ് വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് അതൊക്കെ കൊടുത്തിട്ട് വളർത്താൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ BV380 എന്ന് പറഞ്ഞ ബ്രീഡ് നിങ്ങൾക്ക് പറ്റിയതേ അല്ല. ഓക്കെ, ഈ BV380 എന്ന് പറയുന്ന ബ്രീഡ് നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനം ഉള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള തീറ്റ കൊടുക്കണം. കാരണം ആ തീറ്റ കൊടുത്താലും മാത്രം നമുക്ക് അതിന് കണക്കായിട്ടുള്ള മുട്ട ഉൽപ്പാദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ BV380 കോഴിക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടത്തീറ്റ കൊടുത്ത് വളർത്താൻ പറ്റുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ മുട്ട ഉൽപ്പാദനം കിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഒരു കോഴിക്ക് ഡെയിലി ഒരു 110 ഗ്രാം വെച്ച് തീറ്റ കൊടുക്കണം. ഈ ലെവലിൽ തീറ്റ കൊടുത്താലും മാത്രമേ നമുക്ക് എന്താ പറയണ്ടേ, ഇത് ബാലൻസ് ചെയ്ത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. ചില ആൾക്കാരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ BV380 കോഴീനെ വാങ്ങിയിട്ട് അവർ കണ്ടമാനം, അളവൊന്നും ഉണ്ടാവില്ല, കണ്ടമാനം തീറ്റ കൂട്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്നാ പ്രശ്നം, അവർ ആ തീറ്റ ഫുള്ള് തിന്നു. പക്ഷെ അങ്ങനെ തീറ്റ തിന്നു കഴിഞ്ഞാൽ നമുക്ക് ആ തീറ്റ ചിലവ് അവിടെ കൂടുകയ്യ. അപ്പോൾ മുട്ടേൻ്റെ റേറ്റെല്ലാം നമുക്ക് ഇന്ന് ഏകദേശം അറിയാം. നമുക്കിപ്പോൾ 8 റുപ്യക്ക് മുട്ട കൊടുത്തു കഴിഞ്ഞാലും ഈ തീറ്റ ചിലവ് അവിടെ കൂടുമ്പോൾ ഇത് രണ്ടും നമുക്ക് ബാലൻസ് ചെയ്തിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് ഈ BV380 വളർത്തുന്ന പല ആൾക്കാരും നഷ്ടം എന്ന് പറയുന്നത്. പിന്നെ ചില രീതിയിലുള്ള നഷ്ടം നമുക്കത് ചിലപ്പോൾ തടഞ്ഞു നിർത്താൻ പറ്റില്ല. കാരണം ഈ രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കൂട്ടിലെ കോഴി അടക്കം അടിച്ചു പോകും. പക്ഷെ അങ്ങനത്തെ കേസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ഏത് ബിസിനസ് ആണെങ്കിലും അതിൽ നഷ്ടം, റിസ്ക്, നഷ്ടം എല്ലാം ഉണ്ടല്ലോ. അതെല്ലാം ഈ കോഴി വളർത്തലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ആദ്യം നമ്മൾ തീറ്റക്രമം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ തീറ്റക്രമം കറക്റ്റായി തന്നെ കോഴി വളർത്തൽ ലാഭത്തിലേക്ക് പോകും. അത് നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് ഒരു കണക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു 10 കോഴിയെ വളർത്തുന്നു, അല്ല പോട്ടെ, ഒരു 100 കോഴിയെ വളർത്തുന്നതാണെങ്കിൽ ഡെയിലി അതിനൊരു 110 ഗ്രാം തീറ്റ കൊടുക്കുന്നതാണെങ്കിൽ ഒരു ദിവസം ഒരു 11 കിലോന് അടുപ്പിച്ചുള്ള തീറ്റ വേണ്ടി വരും അല്ലേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ എടുത്തിട്ട് അതിൻ്റെ കണക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഈ 11 കിലോ തീറ്റ നമ്മൾ ഒരു ദിവസം ആ ഒരു ഫുള്ള് 100 കോഴിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു മുട്ടത്തീറ്റക്ക് 38 റുപ്യ കിലോന് വെച്ച് കൂട്ടുന്നു. അങ്ങനെ ഏകദേശം ഒരു 412 റുപ്യ നമുക്ക് ഡെയിലി ഈ കോഴികൾക്ക് തീറ്റ ചിലവ് മാത്രമായിട്ട് വരും. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ വിമ്രാൽ, ഗ്രോവി പ്ലസ് അങ്ങനത്തെ സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അതിന് നമുക്കൊരു ഡെയിലി ഒരു 20 രൂപ വെച്ച് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഒരു 438, ഒരു 450 രൂപ ഡെയിലി നമ്മൾ ആവറേജ് കൂട്ടിക്കോ. ഒരു 450 രൂപ, 450 റുപ്പീസ് ഡെയിലി നമുക്ക് തീറ്റ ചിലവ് മാത്രമായിട്ട് വരും ഈ പറയുന്ന അളവിൽ കൊടുക്കുവാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ 100 BV380 കൂട്ടുന്നത് നമുക്കൊരു 70 മുട്ട ഡെയിലി കിട്ടുകയാണെങ്കിൽ ആ മുട്ട നമ്മൾ 8 രൂപക്കായിരിക്കും കൊടുക്കുക അല്ലേ? 8 രൂപക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 560 റുപ്യ ഡെയിലി കിട്ടും. അതിൻ്റെ അന്ന് 450 മൈനസ് ആയി കഴിഞ്ഞാൽ ഒരു 110 റുപ്യ മിനിമം നമുക്ക് ആ 100 കോഴിയിൽ നിന്ന് കിട്ടും. ഇത് ഏറ്റവും ചെറിയൊരു കണക്കാണ് പറയുന്നത് കേട്ടോ. ഇത് ഞാൻ ഉദ്ദേശിച്ച നഷ്ടത്തിലേക്ക് കോഴി വളർത്തൽ പോകില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കണക്ക് പറയുന്നത്. മുട്ട ചിലപ്പോൾ നമുക്ക് 8 രൂപ എന്നുള്ളത് 9 രൂപക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു കണക്കിൽ നമുക്ക് ലാഭം കൂടും. പിന്നെ ഈ തീറ്റക്രമമൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഡെയിലി ഒരു 75-80 മുട്ടയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ലാഭം പോവുകയോ. അപ്പോൾ അത് നിങ്ങൾ കണക്ക് കൂട്ടി നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളോട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ കോഴി വളർത്തൽ നഷ്ടമെന്ന് പറയുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടത് ഈ കോഴി ബ്രീഡ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ തീറ്റക്രമമൊക്കെ കറക്റ്റ് ആണെങ്കിൽ കോഴി വളർത്തൽ അങ്ങനെ നഷ്ടത്തിലേക്ക് പോകില്ല, നമുക്ക് ലാഭത്തിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് നമ്മളിവിടെ ഒരു ചങ്ങായിക്ക് കോഴിനെ കൊടുത്തപ്പോൾ അവർ 20 പീസ് കോഴിനെ കൊണ്ടുപോയത്, അതിൻ്റെ അന്ന് 18 മുട്ട ഡെയിലി കിട്ടുന്നുണ്ടായിരുന്നു. BV3T കേട്ടോ, കറക്റ്റ് തീറ്റക്രമം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ഡെയിലി 18 മുട്ട കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അവർ ഒരാഴ്ചയല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞത് മുട്ടയുടെ അളവ് കുറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ തീറ്റ എങ്ങനെ കൊടുക്കുന്നതെന്ന്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് തീറ്റേൻ്റെ അകത്ത് കുറച്ച് തവിട് മിക്സ് ആയിട്ടാണ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയാം, അന്നേരം മുട്ടയുടെ ഉൽപ്പാദനം കുറയും. ഇവർക്ക് ഈ കാൽസ്യം, പ്രോട്ടീന്, വിറ്റാമിൻസ് ഇതൊക്കെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഈ BV3T എന്ന് പറയുന്ന കോഴി നല്ല രീതിയിൽ മുട്ടയിടുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ പരമാവധി തീറ്റക്രമം നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്യാം. പിന്നെ നമ്മുടെ BV3T കോഴീൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇളക്കി വിട്ട് വളർത്താൻ പറ്റുന്നൊരു ബ്രീഡല്ല. ഇളക്കി വിട്ട് വളർത്തുന്ന കുഴപ്പമില്ല, കോഴിയാണ് നമുക്ക് എങ്ങനെ വേണ്ടിക്കും വളർത്താം. പക്ഷെ നമ്മളൊരു കൊമേഴ്ഷ്യൽ പർപ്പസിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റേതായ രീതി വളർത്തുന്നതാണ് നല്ലത്, എന്നാലേ നമുക്ക് ലാഭത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ നേരെ മറിച്ച് BV3T കൊണ്ടുവന്നിട്ട് ഇളക്കി വിട്ട് വളർത്തി ഈ പറയുന്ന മുട്ടയൊന്നും അന്നേരം ആ ഒരു ലെവലിൽ മുട്ടയൊന്നും കിട്ടില്ല. കാരണം അവർ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വേണ്ടുന്നേലും വാരി കൊത്തി കഴിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന മുട്ടത്തീറ്റ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് ഒന്നുകിൽ നമ്മളൊരു കൂട്ടിലിട്ടിട്ട് ഈ പറയുന്ന അളവിൽ തീറ്റ കൊടുത്ത് നമ്മൾ മുട്ടത്തീറ്റ മാത്രം കൊടുത്ത് വളർത്തുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ ബാക്കിയുള്ള കോഴികളെ വെച്ച് നോക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഹൈബ്രിഡ് കോഴിയാണ്. അപ്പോൾ രോഗപ്രതിരോധ ശേഷി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ കാൽസ്യം പ്ലസ് വിറ്റാമിൻ സപ്ലിമെൻറ്റ്സ് അതൊക്കെ കൊടുക്കണം. പിന്നെ വല്ലപ്പോഴും നമുക്ക് നമ്മളെ വളപ്പിലുള്ള ഇലയും അതൊക്കെ ആഴ്ചയിൽ 1-2 തവണയൊക്കെ അവർക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഡെയിലി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ഇതൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ BV3T കോഴിയെ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇവർ എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ല രീതിയിൽ തന്നെ നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. കാരണം രോഗങ്ങൾ വരാതിരിക്കുകയാണ് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ തീറ്റക്രമം കൃത്യമായിട്ട് നോക്കുക. പിന്നെ കൂട്ടിൽ ഫുൾ ടൈം നമ്മുടെ എന്താ പറയണ്ടേ വെള്ളം ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് BV3T കോഴിയെ വളർത്തിയിട്ട് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കണക്കന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അത് നഷ്ടത്തിലേക്കാവുന്നെന്ന് പറയുന്ന ആൾക്കാരോട് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ ആവർത്തിച്ച് പറയാൻ കാരണം നമ്മൾ എപ്പോഴും തീറ്റക്രമം നല്ല രീതിയിൽ പാലിച്ചാൽ മാത്രമേ നമുക്ക് കോഴി വളർത്തൽ ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ BV3Tയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് കറക്റ്റ് ഒരു 4.5 മാസം മുതൽ കോഴികൾ മുട്ടയിട്ട് തുടങ്ങും. ബാക്കിയുള്ള കോഴികളൊക്കെ ഏകദേശം 5.5-6 മാസമൊക്കെ കഴിയും. പക്ഷെ നമ്മൾ BV3T കറക്റ്റ് 4.5 മാസം മുതൽ, അത് ഒറിജിനൽ ബ്രീഡാണെങ്കിൽ കറക്റ്റ് 4.5 മാസം മുതൽ മുട്ടയിട്ട് തുടങ്ങും. ചില കോഴികൾ ലേറ്റ് ആവാം, പക്ഷെ അത് നമ്മളെ കൂടിൻ്റെ സെറ്റപ്പും പിന്നെ അതുപോലെ തീറ്റയുടെ ക്രമം പിന്നെ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം, ഈ ചൂടുകാലത്തൊക്കെ ആണെങ്കിൽ പല ആൾക്കാരും പ്രശ്നം പറയാറുണ്ട് BV3T 4.5 മാസമായിട്ട് മുട്ടയിട്ടില്ല എന്ന്. അങ്ങനെ പക്ഷേ ഇങ്ങനെ റെയർ കേസൊക്കെ വരാറുണ്ട്. പക്ഷേ ഒറിജിനൽ ബ്രീഡാണെങ്കിൽ കറക്റ്റ് 4.5 മാസം കൊണ്ട് തന്നെ മുട്ടയിട്ട് തുടങ്ങും. പിന്നെ മുട്ട എന്ന് വെച്ചാൽ അത്യാവശ്യം വലിപ്പമുള്ള മുട്ടയായിരിക്കും. നല്ലൊരു ബ്രൗൺ തവിട്ട് നിറത്തിലുള്ള നല്ല അത്യാവശ്യം വലിപ്പത്തിലുള്ള മുട്ട തന്നെയായിരിക്കും. നമ്മൾ സാധാരണ BV3T മുട്ട കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ. നമ്മളെ ഗ്രാമശ്രീ BV3T ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാകും മുട്ട. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വിറ്റ് പോകാനും കുറച്ചും കൂടി ഈസിയാണ്. നാടൻ മുട്ട എന്നുള്ള ലേബലിൽ തന്നെയാണ് അധികം ആൾക്കാരും BV3T മുട്ട വെക്കുന്നത്. മുട്ട വെക്കുമ്പോൾ പരമാവധി മിനിമം ഒരു 8, 9, 10 അതിനുള്ളിൽ വെക്കാൻ നോക്കുക. മിനിമം ഒരു 8 പോകണം, എന്നാലേ നമുക്ക് മുതലാവുള്ളൂ. പിന്നെ നമ്മൾ BV3T കോഴി വളർന്നു കഴിഞ്ഞാൽ ഇപ്പം കറക്റ്റ് ഇത് 1 വർഷമാണ് മുട്ടയിടും. 4.5 മാസം കൊണ്ട് മുട്ടയിട്ട് തുടങ്ങുമല്ലോ. കറക്റ്റ് 1 വർഷം ഈ കോഴികൾ മുട്ടയിടും. പിന്നെ നമ്മൾ 100 കോഴികളെ കൂട്ടുന്ന കോഴിയുടെ മുട്ട ഈ 75-70 താഴോട്ടേക്ക് വരുമ്പോൾ 70 താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഏകദേശം 1 വർഷം കഴിയുമ്പോഴേക്ക് ആ മുട്ടയുടെ ഉൽപ്പാദനം കുറയും. കാരണം ഇവർ കറക്റ്റ് ആ ഒരു പീക്ക് ലെവൽ എന്ന് പറയുന്നത് കറക്റ്റ് 1 വർഷം മുട്ടയിട്ട് തുടങ്ങിയിട്ട് 1 വർഷം കണ്ടിന്യൂസ് ആ 100 കോഴികളെ കൂട്ടുന്ന നമുക്ക് ഒരു 70 മുട്ട ആവറേജ് കിട്ടണം. അതിൽ താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഏകദേശം കോഴിനെ മാറ്റുന്നതാണ് നല്ലത്. ഓക്കെ, അത് 1 വർഷം ആകുമ്പം എങ്ങനെയാലും കോഴിനെ മാറ്റണം, കാരണം ആ മുട്ട ഉൽപ്പാദനം കുറയും. അപ്പോൾ നമ്മൾ ആ ഒരു കോഴി നമ്മൾ അറക്കാൻ വേണ്ടി ഇറച്ചിക്ക് വേണ്ടി കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിനും നമുക്ക് ചെറിയൊരു ഈ കോഴിയെ വാങ്ങുന്നതിൻ്റെ ചെറിയൊരു എമൗണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് എന്താ പറയണ്ടേ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 മാസമായ കോഴിയൊക്കെ 230-250 വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ അറക്കാൻ കൊടുക്കുമ്പോൾ 1 കിലോയ്ക്ക് ഒരു 120 ആ റേഞ്ചിൽ കിട്ടും. അപ്പോൾ നമുക്ക് ആ കോഴിയെ വാങ്ങുന്ന പൈസ തിരിച്ച് പിടിക്കാൻ പറ്റും ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ പിന്നെ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി വാക്സിനേഷനൊക്കെ കഴിഞ്ഞ് നല്ല ഗുണമേന്മയുള്ള കോഴിയൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യുക, കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അതുപോലെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.